ഇത് വാഗമൺ. ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡിന്റെ കാലാവസ്ഥയുമായി ഉപമിച്ചിരുന്ന സ്ഥലം. ഈ ഒക്ടോബറിൽ മഞ്ഞ് പെയ്യേണ്ടതാണ്, പക്ഷെ ഇവിടെ കത്തുന്ന ചൂടാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന വാഗമൺ ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ്. ലോകത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയായ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലറിൽ ഇന്ത്യയിൽ കാണേണ്ട 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന്. സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരം. ജനസംഖ്യ 17,751. എപ്പോഴും തണുത്ത കാലാവസ്ഥ. വേനൽക്കാല താപനില 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇതെല്ലാം പഴങ്കഥയാവുകയാണോ? 1966 കോലാരമേട്ടിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് ഉണ്ടായത് ഇവിടുത്തെ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയാണ് സിസ്സുകാർ വന്ന് അവിടെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ വെച്ച് പശുക്കളെ വളർത്താനുള്ള പരിപാടി ഉണ്ടാക്കിയത്. അന്നത്തെ കാലാവസ്ഥയെ മായിട്ട് ഇന്ന് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങളാണ്. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഭൂമികളെല്ലാം കൈ കയറി അതിനോടെല്ലാം വൻപിച്ച കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് തീർന്നിരിക്കുന്നത്. റിസോർട്ടുകൾ മറ്റു കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ ഒത്തിരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പൊ അതികഠിനമായ വെയിലും വൈകുന്നേരം ആകുമ്പോൾ ഇതായ തണുപ്പുമാണ്. വാഗമണിന്റെ പ്രധാന ആകർഷണം പച്ചവിരിച്ച കുന്നുകളായിരുന്നു. എന്നാൽ ഇന്നവയിൽ പലതും കരിഞ്ഞുണങ്ങി മൊട്ടക്കുന്നുകളായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം തേയിലത്തോട്ടങ്ങളായിരുന്നു. എന്നാൽ തോട്ടങ്ങളിലെ പ്രതിസന്ധിയെ തുടർന്ന് ഏറ്റവും വലിയ തോട്ടങ്ങളായ വാഗമൺ, ബോണാമി എന്നിവ പൂട്ടി. തുടർന്ന് 2007 തോട്ടം മുറിച്ചു വിൽക്കാൻ തീരുമാനിച്ചു. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ തൊഴിലാളികൾക്ക് 10 സെന്റ് ഭൂമി വീതം നൽകാൻ തീരുമാനമായി. ഇതാണ് വാഗമണിലേക്ക് റിസോർട്ടുകളുടെ വരവിന് തുടക്കം കുറിച്ചത്. തൊഴിലാളികളുടെ മറവിൽ ഈ ഭൂമി വൻകിട റിസോർട്ട് ഉടമകൾ സ്വന്തമാക്കുകയായിരുന്നു. അവർ വൻകിട റിസോർട്ടുകളും കെട്ടിടങ്ങളും പണിതുയർത്തി. ഇത് പരിസ്ഥിതിക്ക് കോട്ടം വരുത്തി. എന്നാൽ അന്നത്തെ LDF സർക്കാർ തോട്ടം മുറിച്ചു വിൽക്കുന്നത് തടയുകയും പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇത് മറികടക്കാനുള്ള നീക്കം തുടങ്ങി. മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ നീക്കം ഉപേക്ഷിച്ചു. എന്നാൽ ജൂൺ 3-ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പ്രകാരം 2003 മാർച്ച് വരെ വിൽപ്പന നടത്തിയ ഭൂമി പോക്കുവരവ് ചെയ്യാൻ ഉത്തരവായി. ഇതോടെ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വാഗമണിലെ തോട്ടങ്ങളിൽ നടന്ന മുറിച്ചു വിൽപ്പന നിയമവിധേയമാകും എന്ന നില വന്നു. ഒപ്പം ഇവിടെ ഉയർന്ന വൻകിട റിസോർട്ടുകൾക്ക് നിയമപരിരക്ഷയും കിട്ടും. ഒന്ന് പഞ്ചായത്താകട്ടെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, ഇത് ചോദ്യം ചെയ്യേണ്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ വാഗമണിന്റെ ഇത്തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളും തടയണങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഇവിടെ ഒത്താശയുടെ ഭാഗമായിട്ടാണ്. അത് മാറ്റം വരുത്താൻ ഗവൺമെന്റിനെ കഴിയത്തുള്ളൂ. ഗവൺമെന്റ് ഇടപെടണം. ആ ഇടപെടലിന്റെ ഭാഗമായി മാത്രമേ വാഗമണിലെ ഒരു 10 വർഷം മുമ്പുള്ള വാഗമണിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഈ 10 വർഷത്തിനിടയ്ക്കാണ് ഈ വാഗമൺ എന്ന് പറയുന്ന നാടിനെ കൊല്ലുന്ന രൂപത്തിലുള്ള ഈ അനധികൃതമായ കയ്യേറ്റ മാഫിയയും ഈ കെട്ടിട മാഫിയയും എല്ലാം കൂടി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. മൂന്ന് പ്രധാന മതവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് തങ്ങൾമല, മുരുകൻമല, കുരിശുമല എന്നീ മലകളാൽ ചുറ്റപ്പെട്ട വാഗമണിലെ തീർത്ഥാടന പ്രാധാന്യമുള്ള ഈ മലകളും ഇടിച്ചു നിരത്തപ്പെടുകയാണ്. മീനച്ചിലാർ തുടങ്ങുന്ന മൊട്ടക്കുന്നുകൾക്ക് സമീപം സ്വകാര്യ വ്യക്തികൾ കെട്ടിയുയർത്തിയ തടയണകൾ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി. ഇത്
മരങ്ങൾ നശിക്കുന്നതിന് കാരണമായി. ഇൻഡോ സ്വിസ് പ്രൊജക്ട് നടന്നിരുന്ന 1966-ൽ ഇവിടെ സ്വിസ് സംഘം നട്ടുവളർത്തിയ ആയിരക്കണക്കിന് മരങ്ങളും മുറിച്ചു കടത്തി. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. ടാക്സി സ്റ്റാൻഡില്ല. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവര് ഓടി വന്നിട്ട് ചോദിക്കുന്നത്, ഞങ്ങൾ ഓട്ടോക്കാരോടാണ്, ഞങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയനോടാണ് ചോദിക്കുന്നത്, ചേട്ടാ ഇവിടെ ബാത്റൂം ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് മറുപടിയില്ല. അവര് ഞങ്ങളെ തെറി പറയുമോ, നിങ്ങളുടെയൊക്കെ എന്നാ നാടാണ്. കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലുള്ള സ്ഥലമില്ല. ഇത് ഇവിടുത്തെ പഞ്ചായത്ത് കണ്ടില്ല കേട്ടില്ലെന്ന് നടക്കുന്നത്. പഞ്ചായത്ത് ഇതിന്റെ ഫണ്ടെല്ലാം മേടിച്ച് മുക്കുന്നുണ്ട്. ഒത്തിരി പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ വീട് വെച്ചേക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഇങ്ങനെ ഓരോരോ ഫണ്ടുകൾ കൊണ്ടാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നത്. വികസനം കയ്യേറ്റത്തിന്റെ രൂപത്തിലെത്തിയപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ ഇവിടം താവളമാക്കി. ഗുണ്ടാക്രമണങ്ങൾ പതിവായി. ഇവയെ നേരിടാൻ 4 പോലീസുകാരുള്ള ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിതമായത് ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത നാളുകളിൽ നടന്ന പല കൊലപാതകങ്ങളിലും ജഡം കൊണ്ടിടാൻ തിരഞ്ഞെടുത്തത് വാഗമണിലെ കൊക്കകളായിരുന്നു. വിനോദസഞ്ചാരത്തിനെത്തുന്നവർ പരസ്യമായി മദ്യപിക്കുന്നതും ഇവിടെ പതിവ് കാഴ്ചയായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ അഭാവത്തിൽ ഇവിടെ വളരെയധികം കുറ്റകൃത്യങ്ങൾ, മദ്യപന്മാരുടെ വിളയാട്ടമാണെങ്കിലും വരുന്ന ടൂറിസ്റ്റുകളുടെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇവിടുത്തെ ആൾക്കാരെ ഇടപെടുന്നതാണെങ്കിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ചായക്കടയിൽ ഒരു ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കി. എന്തോ ദോശ കിട്ടാനെന്തോ അവർ ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ വൈകി എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കൊച്ചു കുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതിന് ഇവിടെ സമീപവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയും. വിനോദസഞ്ചാരത്തിന്റെ പേരിൽ ഒരു സുന്ദര ഗ്രാമം ഇങ്ങനെ വികലമാക്കപ്പെടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു കാരണമായി പറയാമെങ്കിലും വിനോദസഞ്ചാരം കച്ചവടത്തിന് വഴിമാറിയപ്പോൾ അനധികൃത നിർമ്മാണം തുടർക്കഥയായി. ഇതാണ് വാഗമണിന്റെ ഈ അവസ്ഥയ്ക്ക് പെട്ടെന്നുണ്ടായ കാരണം.